3 വർഷം കഴിഞ്ഞിട്ട്. 3 വർഷം കഴിഞ്ഞു. 84 സെപ്റ്റംബറിലൊന്നാണ്. ഇതിനു മുമ്പ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കോളേജിൽ ഫസ്റ്റ് പിടിച്ച് പഠിക്കുമ്പോ പിന്നെ മിമിക്രിക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ. യൂണിവേഴ്സിറ്റി ലെവലിലൊന്നും കോമ്പീറ്റ് ചെയ്തിട്ടില്ല. ഇന്റർ കോളേജ് ഫസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് പ്രോഗ്രാമിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് യേശുദാസിന്റെ കൂടെ പ്രോഗ്രാം പോയിട്ടുണ്ട്. അവളുടെ കൂടെ അങ്ങനെ ഒരു 3-4 വർഷം നടന്നു. പിന്നെ കലാഭവനിൽ വന്നു. 3 വർഷം കഴിഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ട് ഈ മിമിക്രി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കഴിവ് എന്നത് എനിക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആ ഒരു ഉൾവിളി ഉണ്ടായിട്ടുള്ള ആദ്യത്തെ അനുഭവം ഉണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാമോ? പ്രത്യേകിച്ച് ഉള്ളുവിളിയൊന്നുമില്ല. എന്നാലും ചെറുപ്പം മുതലേ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞ വലിയ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഗതിയായിരുന്നു. ചെറുപ്പകാലം പറയുമ്പോ എനിക്കൊരു 4 വയസ്സ് 5 വയസ്സുള്ളപ്പോ പോലെ വീട്ടിലാരെങ്കിലും ബന്ധുക്കൾ വരികയാണെങ്കിൽ മെയിൻ അവിടുത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വിചാരിച്ചാൽ വീട്ടിലുള്ളവരെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുക. അവിടുത്തെ പ്രധാന കഥാപാത്രം ഞാനാണ്. എന്റെ ഫാദറിനെ, മദറിനെ, എന്റെ ബ്രദേഴ്സിനെ, കസിൻസിനെ എല്ലാവരും ഞാൻ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. ഈവൻ മദറിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. അങ്ങനെ അവരെല്ലാവരും എൻജോയ് ചെയ്യും. ചെറുപ്പം മുതലേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് തുടക്കം. തുടക്കം. പിന്നെ കലാഭവന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ കലാകാരന്മാരുടെ ഭാവി എങ്ങനെ കലാഭവനിലൂടെ പ്രയോജനപ്പെടുത്താം, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അത് പറഞ്ഞാൽ കലാഭവൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നല്ല, ഓൾമോസ്റ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം കലാപരമായിട്ട്. കാരണം വർഷങ്ങളായി തുടങ്ങിയിട്ട് അച്ഛൻ തന്നെയാണ് ഇപ്പോൾ നോക്കി നടക്കുന്നത്. യേശുദാസ്, ജോളി എബ്രഹാം, ജെൻസ്, സുജാത, ഒരു വലിയ ഗായകരൊക്കെ അവിടെ പഠിച്ചു പോയിട്ടുണ്ട്. 10,500 സ്റ്റുഡൻസ് മാസം അവിടെ പഠിക്കുന്നുണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം കലാഭവൻ പോലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിരിക്കും.